ദിവസങ്ങളോളം നീണ്ടുനിന്ന ഉറക്കവും ഭ്രമവും മറ്റു പ്രശ്നങ്ങളുമെല്ലാം ഫാൻറ്റസി സിനിമകളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാകൂ. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് അങ്ങനെ സംഭവിച്ചാലോ? 9 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. 2012 മുതൽ 2015 വരെ കസാക്കിസ്ഥാനിലെ ചെറിയ ഒരു ഗ്രാമമായ കലാച്ചി നിവാസികൾക്കാണ് അത് സംഭവിച്ചത്. 1 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയാൽ പോലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ ഗ്രാമത്തിലെ 160ഓളം പേർ ഉറക്കമെഴുന്നേറ്റിരുന്നത് പലപ്പോഴും 6 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു. ഉറക്കം മാത്രമല്ല, പലതരത്തിലുള്ള ഹാലുസിനേഷനും മറ്റു പ്രശ്നങ്ങളുമെല്ലാം ഇവർ നേരിട്ടിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ വിചിത്ര അനുഭവങ്ങൾ നേരിടാൻ തുടങ്ങിയതോടെ 2014 കോംസൊമോൽസ്കായ എന്ന പത്രമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഉറക്കം തന്നെയായിരുന്നു ആളുകളെ ഞെട്ടിച്ചത്. മുതിർന്നവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും സമാനമായ അനുഭവങ്ങൾ നേരിട്ടിരുന്നു. ജനങ്ങൾ നേരിട്ട ഈ വിചിത്ര അനുഭവത്തെ ഇവിടുത്തുകാർ സ്ലീപ്പി ഹോളോ എന്ന് വിളിക്കാൻ തുടങ്ങി. പലപ്പോഴും രോഗികളായവർ ദിവസങ്ങളോളം കിടന്നുറങ്ങിയ ശേഷം ഉണരുകയാണെങ്കിൽ അവർക്ക് ഓർമ്മ പോലും ഉണ്ടാകാറില്ലെന്നും പത്രം റിപ്പോർട്ട് ചെയ്തു. രോഗിയായ ഒരു വ്യക്തിക്ക് ബോധമുണ്ടാകും, നടക്കാനും കഴിയും. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ അഗാധ നിദ്രയിലേക്ക് പോകുകയും കൂർക്കം വലിച്ചുറങ്ങുകയും ചെയ്യും. ഉറക്കമുണരുമ്പോൾ അവർക്ക് ഒന്നും ഓർമ്മ കാണില്ല. ജനങ്ങളുടെ ഈ വിചിത്ര അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ അന്ന് നടന്നിരുന്നു. കലാച്ചി എന്ന സ്ഥലം സോവിയറ്റ് കാലഘട്ടം മുതൽ സ്ഥിതി ചെയ്യുന്ന ഒരു യുറേനിയം ഖനിക്കടുത്തായതിനാൽ വിഷമയമായ വെള്ളമോ മറ്റു രാസവസ്തുക്കളോ ആകാം ഗ്രാമവാസികളുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൂറുകണക്കിന് ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജനങ്ങളുടെ ഈ അനുഭവങ്ങൾക്ക് കാരണം അന്തരീക്ഷത്തിൽ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടിയതിനാലാകാമെന്ന് 2015 കസാക്കിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ട പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സാധാരണ അന്തരീക്ഷത്തിൽ കാണുന്നതിനേക്കാൾ 10 മടങ്ങ് അധികമായിരുന്നു ഇവിടുത്തെ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ്. ഉപയോഗശൂന്യമായ ഖനിയിൽ നിന്ന് വമിക്കുന്ന കാർബൺ മോണോക്സൈഡ് ഈ ഗ്രാമത്തിൽ വ്യാപിക്കുകയായിരുന്നുവെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞനായ ലിയോനിഡ് റിഹ്വാനോവ് പറയുന്നു. നിലവിൽ 120 കുടുംബങ്ങളാണ് കലാച്ചിയിലെ താമസക്കാർ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.